ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് പകലും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ കർത്താവ് നൽകുന്ന കൃപകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ ബാക്കി വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം വന്നു എന്നിൽ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം വന്നു എന്നിൽ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മോദം വന്നു എന്നിൽ. ജബ്സെ പ്യാരാ ഈശു ആയാ, മേരാ ജീവൻ ബദൽ ഗയാ. जब से मैंने उसे है पाया, मेरा जीवन बदल गया. जब से प्यारा यीशु आया, मेरा जीवन बदल गया. जब से मैंने उसे है पाया, मेरा जीवन बदल गया. Praise the Lord. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിലേക്ക് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നൊരു ആഹ്വാനം കർത്താവ് നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന ആ ആഹ്വാനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 5-10 മിനിറ്റ് പഴയ ഒരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ച ഒരു ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞ പോലെ ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകളെല്ലാം മാനുഷിക വാക്കുകളെക്കാളും വലുതാണ് ദൈവത്തിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മാറ്റമില്ലാത്തതാണ്. ലോകം മുഴുവൻ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ വാക്ക്, ഒരു വാക്ക് പറഞ്ഞാൽ പ്രൈസ് ഗോഡ് ദൈവം മാറാത്തവനാണ് എന്ന് 5-10 മിനിറ്റും കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ, പഴയൊരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികൾ 23-ാം അധ്യായത്തിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 23-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവരിൽ 40-ലധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്ന് കഠിനം ശപഥം ചെയ്തിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പൗലോസിനെ കൊന്നുകളയുവാനായിട്ട് ഹല്ലേലൂയ ചിന്തിക്കുന്ന 40-ലധികം യഹൂദന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 40-ലധികം യഹൂദന്മാർ പറയുകയാണ്, ഈ പൗലോസിനെ കൊന്നുകളഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ശബ്ദത്തോടുകൂടെ ഒരു മനുഷ്യന് നേരെ, ഒരു വ്യക്തിക്ക് നേരെ നിൽക്കുന്ന 40-ലധികം യഹൂദന്മാരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പം പൗലോസ് എന്ന് താഴെ കോട്ടയ്ക്കകത്ത് കിടക്കുന്ന പൗലോസ് താഴോട്ട് നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ പൗലോസിനെ കൊന്നുകളയാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒടുക്കിക്കളയുവാൻ നിൽക്കുന്ന ഒരു ശക്തിയെ, അല്ലെ 40-ലധികം പേരെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ അല്ലെങ്കിൽ ഇത് പൗലോസിൻ്റെ ചെവികളിൽ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ തൻ്റെ ചെവികളിൽ എത്തിക്കുന്നതിന് മുമ്പ് പ്രൈസ് ഗോഡ് താൻ കേട്ട ഒരു ശബ്ദമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 40-ലധികം യഹൂദന്മാർ തനിക്കെതിരായി നിൽക്കുമ്പോഴും തന്നെ ഒടുക്കിക്കളയാൻ നിൽക്കുമ്പോഴും അതിന് തലേ രാത്രിയിൽ അല്ലെങ്കിൽ ഈ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് 11-ാം വാക്യത്തിൽ, രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ.
അപ്പോൾ ഒരു വശത്ത് തനിക്കെതിരെ ഗൂഢാലോചനകൾ കയറി വരുമ്പോൾ 40 പേർ തനിക്കെതിരെ നിൽക്കുമ്പം അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ താൻ കേട്ടൊരു ശബ്ദമുണ്ട്, പ്രൈസ് ഗോഡ്, അത് ദൈവത്തിൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനുഷിക ശബ്ദങ്ങൾ നമ്മുടെ ചെവികളിൽ എത്തുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചെവികളിൽ എത്തുന്നതിന് മുമ്പ്, നാം അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നാം പ്രാർത്ഥനയിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ശബ്ദം അറിയുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ശബ്ദം താൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് താൻ ആകുലപ്പെട്ടു പോയില്ല, ചിന്താകുലനായി പോയില്ല, ഭാരപ്പെട്ടു പോയില്ല. ദൈവത്തിന് മാനുഷിക ശക്തികളെക്കാളും മാനുഷിക ശബ്ദത്തെക്കാളും ദൈവം എന്താണ്, ദൈവത്തിന് എന്താണ് തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് താൻ തിരിച്ചറിഞ്ഞു. അത് ദൈവം ഇങ്ങനെയായിരുന്നു കർത്താവ് പറഞ്ഞത്: ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. പൗലോസേ, യെരുശലേമിൽ നീ എന്നെ സാക്ഷീകരിച്ചു, ശരി, എന്നാൽ നിന്റെ ശുശ്രൂഷകൾ, നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നിനക്കൊരു യാത്രയുണ്ട്. അല്ലെങ്കിൽ അത് 40-ലധികം യഹൂദന്മാർ നിനക്കെതിരെ നിന്നാലും നിന്റെ ശുശ്രൂഷകൾ ഇവിടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് നിന്നെ ഒടുക്കിക്കളയാൻ ഗൂഢാലോചന കഴിച്ചാലും ദൈവം പറയുകയാണ്, ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളവനല്ല, നിനക്കൊരു യാത്രയുണ്ട്, റോമിലേക്കൊരു യാത്രയുണ്ടെന്ന് ദൈവം പറയുവാനായിട്ടിടയായിത്തീർന്നു. ഇത് പറഞ്ഞതിന് ശേഷം തനിക്കെതിരെ ശക്തമായ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ ഓരോന്നായി അധികാരികൾ, മാനുഷിക ശക്തികൾ, പ്രകൃതി ശക്തികൾ, വിഷഭയങ്ങൾ, ഇതെല്ലാം കടന്നു വന്നു. പക്ഷേ ദൈവം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളായിരുന്നു, ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ. അത് ദൈവം ഹല്ലേലൂയ നിവൃത്തീകരിപ്പാനിടയായിത്തീർന്നു. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നെ സാക്ഷീകരിക്കും, റോമിലും സാക്ഷീകരിക്കും. എന്നാൽ അത് നിവൃത്തിയായോ എന്ന് ചുരുക്കത്തിൽ മാത്രം പറഞ്ഞ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ ആ ഒരു വാക്ക്, എന്നാൽ അതിനെതിരെ നിന്ന് അനേക ശക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം തൻ്റെ യാത്രകളിൽ താൻ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത് തനിക്ക് താഴോട്ട് വരാനുള്ള ഒരു സംഗതിയുമില്ല. താഴോട്ട് വരുമ്പം തന്നെ ഒടുക്കിക്കളയും. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? തനിക്ക് എതിരെ നിന്നിരുന്ന സഹസ്രാധിപനായ ലൂസിയോസ് ഒരു കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 പേരെ വരുത്തി, ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരയ്ക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ 40-ലധികം യഹൂദന്മാർ തനിക്കെതിരെ നിന്നപ്പം തനിക്ക് വേണ്ടി ഉണ്ടായ ആ സുരക്ഷിത സംരക്ഷണം എന്തായിരുന്നു? 200 കാലാളും 200 കുന്തക്കാരും, 200 400 പേര്. അപ്പോൾ ഒരു വശത്ത് 40 പേര് എഴുന്നേറ്റപ്പോൾ മറുവശത്ത് ദൈവം 400 പേരെ എഴുന്നേൽപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ശത്രു ഒരു മനുഷ്യനാണ്, ഒറ്റ മനുഷ്യനാണ് പൗലോസ്. പക്ഷേ 40 പേരാ തനിക്കെതിരെ നിൽക്കുന്നത്. പക്ഷേ തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ വായിക്കുന്ന ക്ഷേമത്തോടെ ദേശാധിപതിയായ ഫെലിക്സിൻ്റെ അടുക്കൽ എത്തിക്കണം. തനിക്കൊരു പോറലും പറ്റാതെ അല്ലെങ്കിൽ ഫെലിക്സിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ വേണ്ടി ഒരു 400 പേരെ ദൈവം അവിടെ ഒരുക്കുവാനായിട്ട് അല്ലെങ്കിൽ സഹസ്രാധിപനായ ലൂസിയോസിനെ ദൈവം കരങ്ങളിലെടുത്തു. താൻ അത് ആദ്യം എതിരായിരുന്നു. പക്ഷേ 40 പേരും 400 പേരെ ദൈവം ഒരുക്കുവാനിടയായി തീർന്നു. അപ്പം നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അല്ല എത്ര ശത്രു നമുക്ക് നേരെ എഴുന്നേറ്റ് വന്നാലും ദൈവം നമുക്ക് വേണ്ടിയുള്ള സംരക്ഷണം, ദൈവം നമുക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ പദ്ധതികൾ അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കേണ്ട ക്രമീകരണങ്ങൾ ദൈവം ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ക്ഷേമത്തോടെ താൻ ഫെലിക്സിൻ്റെ അടുക്കൽ എത്തുന്നു. അതിനുശേഷം ഫെലിക്സ് തനിക്ക് അനുകൂലമല്ലായിരുന്നു. ഫെലിക്സിൻ്റെ മുമ്പിൽ, ദേശാധിപതിയായ ഫെലിക്സിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഫെസ്തോസ് വന്നു. ഫെസ്തോസിൻ്റെ മുമ്പിൽ, ദേശാധിപതിയായ ഫെസ്തോസിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ടത് വന്നു. അത് കഴിഞ്ഞിട്ട് താൻ നിൽക്കുന്നത് അവിടെ കാണുന്ന ഒരു രാജാവിൻ്റെ രാജാവിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ അതിനുശേഷം കൈസറുടെ മുമ്പിൽ താൻ നിൽക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പലവിധമായ അധികാരികളുടെ മുമ്പിൽ താൻ നിൽക്കേണ്ടി വന്നു. എങ്കിലും ദൈവം പറഞ്ഞ ആലോചന അതുവരെ നിവൃത്തീകരിക്കപ്പെട്ടില്ല. താൻ റോമിൽ എത്തിയിട്ടില്ല. അതിനുശേഷം കപ്പൽ ഛേദത്തിൽ താൻ അകപ്പെട്ടു രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നശിച്ചുപോയി. എന്നിട്ട് താൻ റോമിൽ എത്തിയില്ല. ദൈവം പറഞ്ഞു റോമിൽ എത്തിക്കുമെന്നാണ്. അതിനുശേഷം മെലിത്താദ്വീപിലെത്തി അണലി തൻ്റെ കൈമേൽ ചുറ്റി. എന്നിട്ടും താൻ റോമിൽ എത്തിയില്ല. അവിടെ വെച്ച് താൻ മരണപ്പെടാമെന്നുള്ള അവസ്ഥകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അതിനെല്ലാം ശേഷം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവസാന അധ്യായത്തിൽ 28-ാം അധ്യായത്തിൻ്റെ 15-16 ഇങ്ങനെ വായിക്കുന്നത്: പിന്നെ ഞങ്ങൾ
റോമിലെത്തി. 16 വായിക്കുന്നത് റോമിലെത്തിയ ശേഷം എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം 5-6 അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ദൈവം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അതിനുശേഷം ശക്തമായ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ദൈവം പറഞ്ഞ ആ വാക്ക് ദൈവം പാലിപ്പാനിടയായി തീർന്നു. അതിൻ്റെ അവസാന ആ അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുമ്പം അവസാനത്തെ 2 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വന്നവരെയൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോകുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ കൊല്ലാനായിട്ട് വിധിച്ചിരുന്ന വിധികളുണ്ടായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ ഇവിടെ വായിക്കുന്നത് 2 വർഷം അല്ലെങ്കിൽ താൻ കൂലിക്ക് മേടിച്ച വീട്ടിൽ 2 വർഷം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി, റോമിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി എന്ന് നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം നമ്മൾ വായിക്കുന്ന ഹെഡിങ് ഇതാണ്: റോമർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ റോമർക്ക് ലേഖനം എഴുതാൻ മാത്രമല്ല ദൈവം പൗലോസിനെ കുറിച്ച് പദ്ധതി ഇട്ടിരുന്നത്. അല്ലെങ്കിൽ അവിടെ ചെന്ന് അല്ലെങ്കിൽ പ്രസംഗിപ്പാൻ കർത്താവിന് അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം എതിർപ്പുകൾ പൗലോസിന് നേരിടേണ്ടതായിട്ട് വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ വളരെ ശക്തികൾ തനിക്കെതിരെ നിന്നു. പക്ഷേ ദൈവം ഒരു വാക്ക് പറഞ്ഞു: പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ എന്നെ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതെല്ലാം നിവൃത്തീകരിപ്പാൻ ദൈവം ശക്തനാണ്. അതിനെതിരെ ഒരു ശക്തികൾക്കും പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാക്കിന് എതിരെ, ഒരു സെന്റൻസിനെതിരെ, ഒരു എസ്സേ പോലെ പ്രൈസ് ഗോഡ് അനേക ശക്തികൾ തനിക്കെതിരെ നിന്നെങ്കിലും ദൈവം പറഞ്ഞതിനെ നിവൃത്തീകരിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് മാനുഷിക ശബ്ദങ്ങളെ അല്ലെങ്കിൽ പൈശാചിക തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞാൽ അല്ലെങ്കിൽ ദൈവം അത് നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം തന്നെ അവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നിന്ന് പല ശക്തികളുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ഒന്നാമത്തേതായിരുന്നു അല്ലെങ്കിൽ പട്ടാളക്കാർ അല്ലെങ്കിൽ അതിനെതിരായിരുന്നു. പ്രൈസ് ഗോഡ്. തന്നെ ചങ്ങലയിലൊക്കെ ഇടുന്നുണ്ട് പട്ടാളക്കാർ. മറ്റൊന്ന് ശതാധിപൻ തനിക്ക് എതിരായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മറ്റൊന്ന് 40-ലധികം യഹൂദന്മാർ തനിക്ക് എതിരെ നിൽപ്പാനിടയായി തീർന്നു. മറ്റൊന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവിടെ നിൽക്കുന്ന നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, സഹസ്രാധിപനായ ലൂസിയോസ് അല്ലെങ്കിൽ തനിക്ക് ആദ്യം അനുകൂലമല്ലായിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ രാജശ്രീ അല്ലെങ്കിൽ ദേശാധിപതിയായ ഗവർണർ ഫെലിക്സ് അല്ലെങ്കിൽ തനിക്ക് അനുകൂലമല്ലായിരുന്നു. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗവർണറായ അല്ലെങ്കിൽ ദേശാധിപതി ഫെസ്തോസ് തനിക്ക് എതിരെയായിരുന്നു, തനിക്ക് അനുകൂലമല്ലായിരുന്നു. അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ടതായിട്ട് വന്നു. കൈസരുടെ മുമ്പിൽ തനിക്ക് നിൽക്കേണ്ടത് വന്നു. എന്നിട്ടും ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ആലോചനകൾ നിവൃത്തീകരിക്കപ്പെട്ടില്ല. അതിനുശേഷം പ്രകൃതി അല്ലെങ്കിൽ അവളും കൊണ്ട് അല്ലെങ്കിൽ കപ്പൽ ഛേദത്തിൽ താൻ അകപ്പെട്ട് രാത്രി ഏതാ പകലേതാന്ന് അറിയാതെ ഹല്ലേലൂയ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നശിച്ചപ്പോഴും അല്ലെങ്കിൽ ദൂതൻ ഹല്ലേലൂയ പറഞ്ഞു: പ്രൈസ് ഗോഡ്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തീർന്നിട്ടില്ലെന്ന്, റോമൻ എംപററിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള പദ്ധതികളെ കുറിച്ച് ഹല്ലേലൂയ പൗലോസിനോട് ദൂതൻ പറയുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം താൻ ഹല്ലേലൂയ മെലിത്താ ദ്വീപിൽ വരുമ്പോൾ അണലി തൻ്റെ കൈമേൽ ചുറ്റിയപ്പോൾ അവിടെ നിന്നവർ പറഞ്ഞു: ഹല്ലേലൂയ, നീതിദേവി അവനെ വിടുന്നില്ല, ഇവിടം കൊണ്ട് അവൻ അവസാനിക്കുമെന്ന് കണ്ടു. ഹല്ലേലൂയ, വിഷപ്പാമ്പുകൾ തൻ്റെ കരങ്ങളിലേക്ക് ഹല്ലേലൂയ കയറുവാൻ ഇടയായി തീർന്നു. അവിടെയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിടെയും ഹല്ലേലൂയ പൗലോസിൽ കിടക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവസാനിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ദൈവം പറഞ്ഞതിനെ നിവൃത്തീകരിക്കാഞ്ഞത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷപ്പാമ്പിനും അല്ലെങ്കിൽ ഒരു പ്രകൃതിക്കും ഒരു കാറ്റിനും കടലിനും ഒരു കപ്പൽ ഛേദത്തിനും അല്ലെങ്കിൽ ഒരു രാജാക്കന്മാർക്കും ഒരു ദേശാധിപതിമാർക്കും ഒരു പട്ടാളക്കാർക്കും അല്ലെങ്കിൽ ഒരു സഹസ്രാധിപന്മാർക്കും ഒരു ശതാധിപന്മാർക്കും അല്ലെങ്കിൽ പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പല പദ്ധതികൾ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, ദൈവത്തിന് വേണ്ടി വെളിച്ചമാകുവാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തീർണത്തിന് വേണ്ടി അല്ല അന്ത്യകാലത്ത് ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പല ശക്തികൾ അതിനെതിരെ നിന്നാലും അല്ലെങ്കിൽ അത് മാനുഷിക ശക്തികളായാലും അത് ശപഥമായാലും അത് ഭക്ഷണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒടുക്കിക്കളയാനുള്ള പതിയിരിപ്പുകളെ നിർത്തിയാലും അല്ലെങ്കിൽ രാജാക്കന്മാർ എതിരായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ എതിരായാലും അല്ലെങ്കിൽ ലോകം മുഴുവൻ എതിരായാലും ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഭൂലോകത്തിൽ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം ഒരു വാക്ക് നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉന്മൂലനമാക്കുവാൻ, അതിനെ ശൂന്യമാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുള്ളവൻ, ലോകത്തെ ജയിച്ചവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഈ ലോകത്തെ ജയിക്കുവാനുള്ള അല്ലെ ദൈവത്തിന് വേണ്ടി നിൽപ്പാനുള്ള അല്ലെ കരുത്ത്, അഭിഷേകം ദൈവം നമ്മിൽ പകരുവാനിടയായിത്തീരും. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു,
യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതിയെയും മൂടുന്നു. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല. എല്ലാം മൂടിക്കളയുകയാണ്. എല്ലാം ലോകത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ലഹരികളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും, സ്വന്തം വീട്ടിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു. സ്വന്തം രക്തബന്ധത്തെ പോലും തിരിച്ചറിയാതെ, ഹല്ലേലൂയ, എന്തെല്ലാം അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെയാണ്, അന്ധകാരം, ഹല്ലേലൂയ, ഭൂമിയെ മൂടിയിടുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മൂടുകയാണ്. പ്രൈസ് ഗോഡ്. എല്ലാം ഭൂമി കൂരിട്ട് കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അവസാനിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല, മൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ഇവിടെ പറയുന്നുണ്ട്, എന്നാൽ ഹല്ലേലൂയ, നിന്റെ മേൽ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. ലോകം നടക്കുമ്പോൾ, ലോകത്തെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഉദിക്കുകയാണ്. ഒരിടത്ത് മൂടിക്കൊണ്ടിരിക്കുകയാണ്, മറുവശത്ത് ഉദിക്കുകയാണ്. നമ്മുടെ മേൽ ഒരു പ്രകാശം ഉദിപ്പാൻ ഇടയായിത്തീരണം. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിപ്പാൻ ഇടയായിത്തീരണം. അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതാണ്, നാം ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് നമുക്ക് നൽകുന്ന ഒരു ആഹ്വാനമാണ്, നമ്മൾ എഴുന്നേൽക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോഴാണ് ബാക്കിയുള്ള അവിടെ ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് അധ്യായത്തിൽ, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അധ്യായത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് പോകുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ സമുദ്രത്തിലെ ധനത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അനേക അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം എങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പകൽ വെട്ടം തരുന്നത് സൂര്യനല്ല, രാത്രി നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കും. അപ്പം ലോകത്തിൻ്റെ പ്രകാശമല്ല ഇനി നമുക്ക് ലഭിക്കുന്നത്. ലോകത്തിൽ നിന്നൊരു പ്രകാശമില്ല, അല്ലെങ്കിൽ രാത്രി ചന്ദ്രൻ്റെ വെട്ടം അവിടെ നിങ്ങൾക്ക് തരത്തില്ല. പക്ഷേ എന്നാൽ യഹോവ നിങ്ങൾക്ക് നിത്യപ്രകാശമായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലേക്ക് അടിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, നമ്മളിങ്ങനെ എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ ഉദിക്കും, പ്രകാശിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ തേജസ് നമ്മുടെ മേൽ വരണമെങ്കിൽ നാം ഒന്ന് എഴുന്നേൽപ്പാൻ തയ്യാറാകണം. എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മിലേക്ക് അടിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമാണ്. ഹല്ലേലൂയ. കേരളത്തിൻ്റെ പ്രകാശം ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ലോകം പറയുമ്പോൾ അത് ആദിശങ്കരയാന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ത്യയുടെ പ്രകാശം ആരാന്ന് ചോദിച്ചാൽ ലോകം പറയും ഒന്നെങ്കിൽ അത് സ്വാമി വിവേകാനന്ദനാണ്, അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധിയാണെന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഏഷ്യയുടെ പ്രകാശം ആരാന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, ആൾക്കാർ പറയും, ലോകക്കാർ പറയും അത് ബുദ്ധയാണെന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആഫ്രിക്കയുടെ വെളിച്ചം പ്രകാശം ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ലോകം പറയും അത് നെൽസൺ മണ്ടേലയാന്ന് പറയും. യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ പ്രകാശം ആരാണെന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഗ്രേറ്റ് ആണെന്ന് പറയും. പക്ഷേ ലോകത്തിന്റെ വെളിച്ചം ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മക്കൾ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ വചനവും സത്യവേദ പുസ്തകവും പറയും അത് ക്രിസ്തുയേശുവാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ക്രിസ്തുയേശുവിന്റെ വെളിച്ചം നമ്മിൽ പ്രകാശിച്ചാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം നമ്മുടെ അതിരുകളെ വിസ്താരമാക്കും. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞു. തുടക്കം എഴുന്നേറ്റ് പ്രകാശിച്ചാൽ ഒടുക്കം എന്ത് സംഭവിക്കും? അതിൻ്റെ ഇടയ്ക്കുള്ള വാക്യങ്ങളൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഒടുക്കത്തെ വാക്യം അല്ല, തുടക്കത്തിൽ നാം എഴുന്നേറ്റ് പ്രകാശിച്ചാൽ ഒടുക്കത്തിൽ അതിൻ്റെ 22 അവസാനത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാമോ? ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, കുറഞ്ഞവനായിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും, യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തീകരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ഒന്ന് എഴുന്നേറ്റ് പ്രകാശിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാനൊക്കെ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്താരത്തിന് വേണ്ടിയൊക്കെ നിൽക്കാൻ തയ്യാറാകുമ്പം, ഹല്ലേലൂയ, അവിടെ വായിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പം അവിടെ എന്ത് സംഭവിക്കും? ദൈവം നമ്മുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ ഇടയായിത്തീരും. യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തീകരിക്കും. പല കാര്യങ്ങളും നമുക്ക് നടക്കുന്നില്ല എന്ന് തോന്നും, പക്ഷേ ദൈവത്തിൻ്റെ തക്ക സമയമാകുമ്പോൾ അവിടെ ശീഘ്രമായി നിവർത്തീകരിക്കും. അപ്പം നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പെട്ടെന്ന് ശീഘ്രമായി കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെ, കുറഞ്ഞവൻ 1000-ആയും
ചെറിയവൻ മഹാജാതിയുമായി തീരും. കുറഞ്ഞവനെ ദൈവം 1000 മാറ്റും, ചെറിയവനെ ദൈവം മഹാജാതിയാക്കി മാറ്റും. അല്ലെങ്കിൽ അതിരുകളെ ദൈവം വിസ്താരമാക്കും, വിശാലതയിലേക്ക് ദൈവം നയിപ്പാനിടയായി തീരും. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആഴങ്ങൾ വർദ്ധിക്കുവാൻ, പേഴ്സണൽ പ്രെയറുകൾ അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുവാൻ, അല്ല ആരാധനകൾ, ആത്മാവിലുള്ള ആരാധനകൾ വർദ്ധിപ്പിക്കുവാൻ, വചന ധ്യാനങ്ങൾ വർദ്ധിപ്പിക്കുവാനൊക്കെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വർധനവിലേക്ക്, ആത്മീയ വർധനയിലേക്ക് കടന്നു വരുമ്പം ദൈവം നമ്മെ ഹല്ലേലൂയ നമ്മുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കുന്ന ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ചെറുതിനെ വലുതാക്കുന്ന ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങൾ ഒന്നും കലങ്ങേണ്ട, നിങ്ങൾ താമരകളെ നോക്കുവിൻ, പർവ്വജാതികളെ നോക്കുവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അല്ല, നിങ്ങൾ ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രാജ്യം പിതാവ് നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയ ആട്ടിൻകൂട്ടത്തെ കണ്ട് ചെറുതെന്ന് തോന്നുന്നതിനെ കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇവിടെ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. കർത്താവ് പറയുകയാണ്, പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ചെറിയ ആട്ടിൻകൂട്ടമാണ്, ശരിയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഹല്ലേലൂയ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ പദ്ധതികളെക്കുറിച്ച് യേശു കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ നമുക്ക് ചെറുതെന്ന് തോന്നും, കുറഞ്ഞതെന്ന് തോന്നും. പക്ഷേ ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവ് പറയണം, നിങ്ങൾ അല്ലെങ്കിൽ അതിനെ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ടതാണ് കർത്താവ് പറയുന്നത്. മീഖ 5:2 വായിക്കാമോ? മീഖ പ്രവ ഹല്ലേലൂയ. അവിടെ ഒരു പ്രവചനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നീയോ എഫ്രാത്തെ ബേത്ലഹേമേ, ഹല്ലേലൂയ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായവൻ ആയിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നീയോ ബേത്ലഹേമേ എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും, യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു ഈ അല്ലെങ്കിൽ എഫ്രാത്ത്, ബേത്ലഹേം എന്ന് പറഞ്ഞ നഗരം. ഹല്ലേലൂയ. അത് ചെറിയൊരു പട്ടണമായിരുന്നു, ചെറിയൊരു സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ പറയുകയാണ്, ചെറുതായിരുന്നാലും, പ്രൈസ് ഗോഡ്, ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചെറുതായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു വലിയ തിരഞ്ഞെടുപ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ചെറിയവരാണോ, നമ്മൾ ഭാരപ്പെടേണ്ടതാണ് കർത്താവ് പറയുന്നത്. ദൈവം അതിനെ വിശാലതയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ബേത്ലഹേം എഫ്രാത്ത് ചെറുതായിരുന്നു, പക്ഷേ അധിപതിയായവൻ ഉത്ഭവിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ആ സ്ഥലമായത് മാറി. കർത്താവിൻ്റെ വരവ്, പ്രവേശിക്കുക, കർത്താവിൻ്റെ ജനനമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ദൈവം തിരഞ്ഞെടുത്തത് ഏറ്റവും ചെറുതിനെ, ഏറ്റവും കുറഞ്ഞതിനെ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നവോമി ഹല്ലേലൂയ എഫ്രാത്തിലെ ബേത്ലഹേമിൽ നിന്നുള്ളവരായിരുന്നു. അത് ആദ്യത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എഫ്രാത്തിലെ ബേത്ലഹേമിൽ നിന്നുള്ളായിരുന്നു നവോമി എന്ന് പറയുന്നത്. അവർക്ക് മോവാബിൽ പോകേണ്ടി വന്നു. എന്നാൽ മോവാബിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മടങ്ങി വരവ്, അല്ല അപ്പത്തിൻ്റെ ഭവനമായ അല്ലെങ്കിൽ ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാൻ താൻ ആഗ്രഹിക്കുമ്പം, അല്ലെങ്കിൽ ആ ചെറിയ പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ എഫ്രാത്തിലേക്ക് മടങ്ങി വരുവാൻ താൻ ആഗ്രഹിക്കുമ്പം, അല്ലെങ്കിൽ തൻ്റെ കൂടെ മോവാബിയായിരുന്ന അല്ലെങ്കിൽ ഒരു രൂത്ത് ഉണ്ടായിരുന്നു. ആ രൂത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലാതെ വളരെ സ്പർശിച്ചൊരു കാര്യം. രൂത്ത് പറയുകയാണ്, നീ പോകുന്നിടത്ത് ഞാനും പോരും, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ആ രൂത്തിൻ്റെ ആ ഒരു തീരുമാനം തൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിയതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഒരു ചെറിയ പട്ടണമായിരിക്കുന്ന ബേത്ലഹേമിലെ എഫ്രാത്തിലേക്ക് മടങ്ങി വരുവാൻ മോവാബി സ്ത്രീയായ രൂത്ത് ഒരുങ്ങിയപ്പോൾ രൂത്തിനൊരു തീരുമാനിച്ചു. അല്ലെങ്കിൽ ഓർപ്പയെ പോലെ, അല്ലെങ്കിൽ തനിക്കും അല്ലെങ്കിൽ ഇനി പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല, തനിക്കും ഓർപ്പയെ പോലെ പോകാമായിരുന്നു. പക്ഷേ രൂത്ത് പറഞ്ഞു, അങ്ങനെയല്ല, നീ പാർക്കുന്ന സ്ഥലത്ത് ഞാൻ പാർക്കും, നീ പോകുന്ന സ്ഥലത്ത് ഞാനും പോകും, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ രൂത്തിൻ്റെ വലിയൊരു ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാനുള്ള, എഫ്രാത്തിലേക്ക് പോകുവാനുള്ള തൻ്റെ ആ ഒരു തീരുമാനം തൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിപ്പാൻ ഇടയായി തീർന്നു. അവിടെ വന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അവിടെ വന്നപ്പം ഹല്ലേലൂയ രൂത്ത് അവിടെ വന്നതുകൊണ്ടാണ് ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനായ ഹല്ലേലൂയ ബോവസിനെ കിട്ടിയത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് കൊണ്ടാണ് ഹല്ലേലൂയ നമുക്ക് വീണ്ടെടുപ്പുകാരനായ കർത്താവിൻ്റെ
രാജാവിനെ ലഭിച്ചത്. അതുകൊണ്ടാണ് ഒരു അർഹതയും ഇല്ലാത്ത മോവാബ്യ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ വംശപാരമ്പര്യത്തിൽ തൻ്റെ പേര് ചേർക്കപ്പെട്ടത്. മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ തൻ്റെ പേര് വന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അവസാനം വീണ്ടെടുത്ത് കഴിയുമ്പം ബോവസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ ദൈവം എഫ്രാത്തിൽ അനുഗ്രഹിക്കട്ടെ, നിന്നെ ദൈവം ബേത്ലഹേമിൽ അനുഗ്രഹിക്കട്ടെ എന്ന് അവിടുത്തെ പട്ടണവാതിലിരിക്കുന്ന ജനം ബോവസിനോട് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രൂത്ത്, മോവാബ്യ സ്ത്രീയായ രൂത്ത് ബേത്ലഹേം എഫ്രാത്തിലേക്ക് വരുവാൻ തയ്യാറായതുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അവിടെ വായിക്കുന്ന തനിക്ക് ലഭിച്ച മകൻ്റെ പേരാണ് ഒബേദ്, ഒബേദിൻ്റെ മകൻ്റെ പേരാണ് ഇശായി, ഇശായുടെ മകൻ്റെ പേരാണ് ദാവീദ് എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ തനിക്ക് ലഭിക്കാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ചെറിയ പട്ടണമെന്ന് നമുക്ക് തോന്നിയേക്കാം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ലോകത്തിന് തോന്നിയേക്കാം. പക്ഷേ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ചെറുതിനെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ ചെറിയവരെന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിയുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെറിയവരാണെങ്കിലും ദൈവം നമ്മളെ 1000 ആക്കുവാൻ, കുറഞ്ഞവരാണെങ്കിലും ഒരു മഹാജാതിയാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ കർത്തദാസന്മാരെയൊക്കെ നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ കാണുമ്പോൾ അവരൊന്നും ശക്തന്മാരല്ലായിരുന്നു, അവരെല്ലാം ചെറിയവരായിരുന്നു. പക്ഷെ അവരെയൊക്കെ ദൈവം ശക്തന്മാരാക്കി തീർക്കുകയായിരുന്നു. എന്നതുപോലെ ദൈവവും നമ്മിലൊരു അഭിഷേകം പകർന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനൊക്കെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. മോശ പറയുന്നുണ്ട്, അനേക ആയിരങ്ങളെ നയിച്ച മോശ പറയുന്നുണ്ട്, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, എന്നെ അയക്കരുത് എന്നാണ് മോശയ്ക്ക് പറയാനുള്ളത്. മോശയുടെ ചിന്താഗതി അതായിരുന്നു. മോശയെ കൊണ്ട് ഇതൊന്നും സാധ്യമല്ലെന്നാണ് മോശ പറയുന്നത്. നമ്മെപ്പോലെ തന്നെ മോശയെ ചിന്തിച്ചു. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അയക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി അത്ഭുതമായി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മോശയെ ദൈവം അയച്ചു. അനേകർക്ക് പ്രയോജനമാക്കി മോശയെ ദൈവം മാറ്റിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഗിദെയോൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഗിദെയോനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഗിദെയോൻ പറഞ്ഞുകൊണ്ട്, മനസ്സിൽ എൻ്റെ കുലം ചെറുതാണ്, ഞാൻ കുടുംബത്തിൽ വെച്ച് ചെറിയവനാ, ഏറ്റവും ചെറിയവനായ ഏറ്റവും ചെറിയ കുലമായ എൻ്റെ മനസ്സിൽ എന്നെ തിരഞ്ഞെടുപ്പാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ എന്താണ് യോഗ്യതയെന്ന് ഗിദെയോൻ ചോദിക്കുന്നുണ്ട്. ഗിദെയോൻ ശക്തനായ ഒരു പരാക്രമശാലിയായിട്ടൊക്കെ നാം ഗിദെയോനെ കാണുമ്പോഴും ഏറ്റവും ചെറിയവനാണെന്ന് തന്നെത്താനെ വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഗിദെയോൻ. പക്ഷേ ഗിദെയോനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? ഗോതമ്പ് മിദ്യാനിടയിൽ പെടാതിരിക്കേണ്ടതിനായി മുന്തിരിച്ചക്കിനരികെ താൻ ബന്ധപ്പെടുമ്പോൾ തൻ്റെ നന്മ എങ്ങനെയെങ്കിലും സൂക്ഷിച്ചു വെക്കുവാൻ താൻ ബന്ധപ്പെടുമ്പോൾ, താൻ പ്രയാസപ്പെടുമ്പോൾ, താൻ അതിനുവേണ്ടി ഭയപ്പെടുമ്പോൾ ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു? ഒരു ഇസ്രായേൽ ജനതയുടെ മുഴുവൻ നന്മ തന്നിലൂടെ സൂക്ഷിക്കപ്പെടുവാൻ ദൈവത്തിന് തന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടായിരുന്നു. കാരണം തൻ്റെ നന്മ, തൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് താൻ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ ഇസ്രായേൽ മക്കളെ മുഴുവൻ നയിക്കുവാൻ, ഇസ്രായേൽ മക്കൾക്ക് മുഴുവൻ കരുതുവാൻ തന്നിലൂടെ ദൈവത്തിന് ഒരു പദ്ധതി ഗിദെയോനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്നു. ഏറ്റവും ചെറിയവനായിരുന്ന ഗിദെയോൻ പ്രൈസ് ഗോഡ് ദൈവം ഒരു പരാക്രമശാലിയാക്കി ശക്തമായി ഒരു ബലത്തോടെ പോകാമെന്ന് പറഞ്ഞ് നയിച്ച ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ്. ശൗൽ ഇങ്ങനെ പറയുന്നു, ശൗല് പറയുന്നുണ്ട്, ഞാൻ ചെറിയവനാണ്. പെട്ടെന്നൊന്ന് വായിച്ചേട്ടെ, 9-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. 1 ശമൂവേൽ 9-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ. ഹല്ലേലൂയ. 1 ശമൂവേൽ 9:21. ആ 15-17 കൂടെ ഒന്ന് വായിച്ചു. 15-17 കൂടെ. അപ്പോൾ ബെന്യാമിൻ ഗോത്രം, ഏറ്റവും ചെറിയ ഗോത്രമായിരിക്കുന്ന ബെന്യാമിൻ ഗോത്രത്തിൽ നിന്ന് ദൈവം ശൗലിനെ, പിന്നത്തേതിൽ മാറിപ്പോയെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും ചെറിയവനായ ശൗലിനെ ദൈവം തിരഞ്ഞെടുത്തു. അതിൻ്റെ 15-17 ദൈവം ഇങ്ങനെ നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിനക്ക് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കി. നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ദൈവം നിന്നെ തലവനാക്കി. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കാണുന്ന ഓരോരുത്തരും, ദാവീദാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഇത്രത്തോളം വരുവാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ എന്നാണ് ദാവീദ് പറയുന്നത്. ആ ദാവീദിനെ ആടുകളെ മേയ്ക്കുന്ന ഇടയിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നു. എസ്തറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ താൻ അനാഥ പെൺകുട്ടിയായിരുന്നു, തൻ്റെ ചിറ്റപ്പനാണ് തന്നെ എടുത്തു വളർത്തിയത്. തന്നെ ഒരിക്കലും അർഹതയില്ലായിരുന്നു തൻ്റെ ആ സ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ. പക്ഷേ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് അനേകർക്കൊരു അനുഗ്രഹമാക്കി, യഹൂദന്മാർക്കൊരു അനുഗ്രഹമാക്കി. ആ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി എസ്തറിനെ ദൈവം ഒരു അനാഥ പെൺകുട്ടിയെ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആമോസ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രവാചകനായ ആമോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനല്ല, ഞാനൊരു പ്രവാചക ശിഷ്യനുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ഞാൻ ഇടയനും അത്രേ എന്ന് പറയുമ്പോൾ എന്നിട്ട് ആമോസ് ഇങ്ങനെ പറയുന്നത്, പക്ഷേ ഞാൻ പുൽപ്പുറങ്ങളിൽ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പം
അല്ലെ ദൈവം എന്നെ പിടിച്ചു, അല്ലെ സൈന്യങ്ങളുടെ യഹോവ എന്നെ പിടിച്ചു, അല്ലെ എന്നോട് ഇസ്രായേൽ അനേകരോട് പ്രവചിക്കുക എന്ന പ്രവചനാത്മാവിനാൽ തന്നെ ദൈവം നിറപ്പാനിടയായി തീർന്നു. തനിക്കും അർഹത പറയുവാനൊന്നുമില്ലായിരുന്നു. താനൊരു കാട്ടത്തിപ്പഴം പെറുക്കുന്നവനായിരുന്നു. അല്ലെ തനിക്ക് പാരമ്പര്യം പറയാനില്ലായിരുന്നു. പ്രവാചകനല്ലായിരുന്നു, പ്രവാചക ശിഷ്യനല്ലായിരുന്നു, താനൊരു ഇടയനുമായിരുന്നു. പക്ഷേ ദൈവം അവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ യിരെമ്യാവും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല, ഞാനൊരു ബാലനത്ര എന്ന് യിരെമ്യാവും പറയുന്നുണ്ട്. എന്നാൽ യിരെമ്യാവിനെ സംസാരിപ്പാൻ കഴിവില്ലാത്ത ബാലനായിരിക്കുന്ന ഒരു യിരെമ്യാവിനെ കർത്താവ് ഹല്ലേലൂയ തിരഞ്ഞെടുപ്പാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ തന്നെ പത്രോസ്, ഹല്ലേലൂയ മുക്കുവനായിരുന്ന പത്രോസ്, ഹല്ലേലൂയ ഒരു അർഹതയുമില്ലായിരുന്ന പത്രോസ്, മീൻപിടുത്തക്കാരനായ പത്രോസിനെ ആ ദൈവം സഭയുടെ അല്ലെങ്കിൽ നെടുന്തൂണാക്കി മാറ്റിയത്, ദൈവം തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ചെറുതെന്ന് നമുക്ക് തോന്നിയേക്കാം, അല്ലെങ്കിൽ കുറവെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശൂന്യതകളെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. ഒന്നുമില്ലായ്മയെന്നുള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ച് ഇരുപ്പാൻ താല്പര്യപ്പെടുന്ന പരിശുദ്ധ കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനമൊന്നും ഒട്ടൊഴിയാതെ കർത്താവെ മാറിപ്പോകാത്തതാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ശക്തികൾ പൗലോസിന് നേരെ നിന്നിട്ടും ഹല്ലേലൂയ ദൈവം കർത്താവ് അരുളി ചെയ്തതിനെ നിവൃത്തീകരിച്ചെങ്കിൽ, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ചുള്ള ഒറ്റ വാക്ക് അതിൽ നിന്ന് ഹല്ലേലൂയ അത് നിവൃത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ വാക്തത്വങ്ങൾ നിവൃത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അതിന് ഒരു അന്ധകാര ശക്തികൾക്കും അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രകാശം ഞങ്ങളുടെ മേൽ അടുപ്പിക്കണം. ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കുക ഈ നാളുകളിൽ കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിപ്പിക്കാൻ, ഈ അന്ത്യകാലത്ത് കർത്താവ് ഒരു എൻഡ് ടൈം മിനിസ്ട്രിക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരുടെ മേലും അങ്ങയുടെ വലിയ അഭിഷേകത്തെ, ആത്മപകർച്ചകളെ അങ്ങ് പകരണം കർത്താവെ. ഒരു ആത്മനദിയെ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ അതിരുകളെ വിസ്താരമാക്കുവാൻ കഴിയുന്ന ദൈവം, കുറഞ്ഞതിനെ ഒരു ജാതിയാക്കിയും അല്ലെങ്കിൽ ചെറുതിനെ ആയിരമാക്കുവാൻ കഴിയുന്ന ദൈവം, ശീഘ്രമായി പ്രവർത്തിക്കുവാൻ, തക്ക സമയത്ത് ശീഘ്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം കർത്താവ്. ഞങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം വലിയ മാറ്റം വരുത്തണം. അതിൽ ദൈവരാജ്യം കെട്ടുപണിയുവാൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കണം. സ്ഥാനങ്ങൾ, മാനങ്ങൾ, സമ്പത്തുകൾ ഒന്നും നോക്കാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽപ്പാൻ ഒരു ജനത്തെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ച കർത്താവ് ഞങ്ങളിൽ ഓരോരുത്തരിലും അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്തൊരു ആത്മനദി ഞങ്ങളുടെ മേലങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേലായ ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനത്തിൽ പഴയ നിയമങ്ങളിൽ, പുതിയ നിയമങ്ങളിലൊക്കെ അല്ലെങ്കിൽ പഴയ കർത്തദാസന്മാരെ, ചെറിയവരെ അല്ലെങ്കിൽ കുറഞ്ഞവരെ ഉപയോഗിച്ച് ശക്തന്മാരാക്കി തീർത്ത ദൈവം, ആ ഒരു അഭിഷേകം ഞങ്ങളുടെ മേലും അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരൂപ കൊണ്ട് നിറയ്ക്കണം, ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. തുടർന്നുള്ള ദൈവ ശുശ്രൂഷകളെ അങ്ങ് കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.